ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് തയ്യാർ ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ ചേമ്പിൻ കിഴങ്ങിൻ്റെ ഒരു കറിയാണ്. അതിനായിട്ട് നമുക്ക് എത്ര കിഴങ്ങാണോ ആവശ്യം അത്രയും എടുത്ത ശേഷം തോലെല്ലാം ചെത്തി മാറ്റി കഷ്ണങ്ങളാക്കി എടുക്കണം. കഷ്ണങ്ങളാക്കിയ ചേമ്പിൻ കിഴങ്ങിനോടൊപ്പം ഒരു അര തക്കാളി മുറിച്ചത്, ഒരു മുരിങ്ങയ്ക്ക മുറിച്ചത്, ഒരു 4-5 പച്ചമുളക് കീറിയതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവയെല്ലാം ഒരു ചട്ടിയിലേക്ക് മാറ്റാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് വേവിക്കാൻ വയ്ക്കാം. ഇവയെല്ലാം വേവുന്ന സമയത്ത് നമുക്കൊരു അരപ്പാണ് തയ്യാറാക്കേണ്ടത്. ഒരു അരമുറി തേങ്ങയുടെ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ ജീരകവും കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇവയെല്ലാം നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. പിന്നീട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ അരവേവായിട്ടുണ്ട്. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഒന്ന് ചുറ്റി കൊടുക്കുക. അതിനുശേഷം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ വേറെ ഒരു പൊടി ഇതിലോട്ട് ചേർക്കുന്നതല്ല, മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നതല്ല. വെറും നമ്മുടെ പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ് ഈ കറിക്കുള്ളത്. ഇനി നമുക്കൊരു 2 സ്പൂൺ കണക്കാക്കി പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ കറിക്ക് മറ്റു മസാലകളൊന്നും ചേർക്കുന്നില്ല. വെറും തനി നാടൻ രീതിയിലാണ് ഇത് പാകം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ചേമ്പൻ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ച് തയ്യാർ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ കറി ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. ഒഴിച്ചുകൂട്ടാന് പകരമായിട്ടും കൂടി ഈ കറി ഉപയോഗിക്കാവുന്നതാണ്. സൈഡ് ഡിഷായിട്ട് നമുക്ക് മീൻ പൊരിച്ചതോ അച്ചാർ, പപ്പടം ഇവയൊക്കെ വെച്ച് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. കറിയൊക്കെ ഇപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുകാണ് താളിച്ചിടേണ്ടത്. എണ്ണയിൽ കടുകും ഉലുവ ഇട്ടിട്ടുണ്ട്, അതുപോലെ വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇവയെല്ലാം ഒഴിച്ചു കൊടുക്കാം. റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളും അതുപോലെ നമുക്ക് പെട്ടെന്ന് തയ്യാർ ചെയ്യാൻ പറ്റിയൊരു കറിയുമാണിത്. അതുമാത്രമല്ല വളരെയധികം ടേസ്റ്റും കൂടിയാണിത്. ഇപ്പോൾ നമ്മുടെ നാടൻ ചേമ്പ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.